ഹായ് ഹലോ എവ്രിബഡി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഹിമാചലിലെ രണ്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന വില്ലേജസ് ആണ്, കാൽഗ ആൻഡ് പുൽഗ. സ്ഥിരം ഹിമാചൽ ആൾക്കാർ പോകുന്ന മനാലി, കസോളൊക്കെ സ്കിപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു ചെറിയ ഒരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ് കാൽഗ. ബർഷേനിയിൽ ബസ് ഇറങ്ങിയിട്ട് ഒരു ചെറിയൊരു നടത്തമുണ്ട്. ഒരു കുഞ്ഞൊരു ഡാമിൻ്റെ അതിൽ കൂടെയൊക്കെ നടന്ന് പിന്നെ ഒരു മലയൊക്കെ കയറിയാണ് നമ്മൾ കാൽഗ എത്തുന്നത്. അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള വഴിയൊന്നും അല്ല കേട്ടോ, ചെറിയൊരു വഴിയാണ്. പക്ഷേ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അതിന് വേണ്ടിയിട്ട് പോർട്ടേഴ്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ബർഷേനിൽ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ലോക്കേഴ്സ് ഉണ്ട്, അവിടെയും നമുക്ക് വെക്കാവുന്നതാണ്. ഈ സ്റ്റെപ്സ് കയറി കഴിഞ്ഞ് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു ജർമ്മൻ ബേക്കറിയുടെ ബോർഡ് കാണാം. അതാണ് കാൽഗ എത്തി എന്നുള്ളതിൻ്റെ ഒരു അടയാളം. ഇനി സ്റ്റേ ഓപ്ഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാൽഗ ഒരു ചെറിയൊരു ഗ്രാമമാണ്. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ. സ്റ്റേ ഓപ്ഷൻസ് ആയിട്ടുള്ളത് ചെറിയ നല്ല കോസി, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, റസ്റ്റിക് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഹോം സ്റ്റേസ് കുറേ അവൈലബിൾ ആണ്. ഞാൻ നേരെ ചെന്ന് കയറിയത് തന്നെ മലയാളികൾ നടത്തുന്ന ഒരു ഹോം സ്റ്റേയിലാണ്. ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ. ഇനി ഫുഡിൻ്റെ കാര്യം, ഒരുപാട് ഫാൻസി കഫേസ് ഒക്കെ ഉള്ളൊരു സ്ഥലം അല്ല കാൽഗ. കാൽഗയിൽ ആകെയുള്ളത് ചെറിയ ചെറിയ കുറച്ച് ഈട്രീസാണ്. പിന്നെ ഈ ഹോം സ്റ്റേസ് തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവിടെയുള്ള ഓപ്ഷൻസ്. ഇനി കാൽഗയിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. സമാധാനമായിട്ട് കുറച്ച് ദിവസം വന്ന് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം മാത്രമാണ് കാൽഗ. പിന്നെ വിൻ്റർ ടൈമിൽ വരുവാണെങ്കിൽ സ്നോഫോൾ കിട്ടാൻ സാധ്യതയുണ്ട്. നിറയെ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് ഒക്കെ കണ്ട് സുഖമായിട്ട് സമാധാനമായിട്ടൊരു 3-4 ദിവസം നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് കാൽഗ. കാൽഗയിലെ എയർടെലിനും ജിയോനും അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ പേര് വെക്കേഷൻസ് ആയിട്ടും വന്ന് അവിടെ താമസിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. കാൽഗയിൽ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ 2-3 വില്ലേജസ് അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട്. ഒന്ന് തുൽഗ, ഒന്ന് പുൽഗയാണ്. തുൽഗയും പുൽഗയും നമുക്ക് കാൽഗയിൽ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ ഒരു ദിവസം പോയി വിസിറ്റ് ചെയ്ത് തിരിച്ച് വരാവുന്നതാണ്, ഇല്ലെങ്കിൽ ആ ഗ്രാമങ്ങളിൽ പോയി താമസിക്കാവുന്നതാണ്. ഞാൻ തുൽഗയിൽ പോയിട്ടില്ലായിരുന്നു, പുൽഗയിലാണ് പോയത്. ഒരു ദിവസം രാവിലെ കാൽഗയിൽ നിന്ന് ഇറങ്ങി നടന്ന് പുൽഗ വരെ പോയി. ഒരു ചെറിയൊരു നടത്തം ആണ് പുൽഗയിലേക്ക് ഉള്ളത്. ടാക്സി എടുത്തു പോകണമെങ്കിൽ അങ്ങനെയും പോവാം, പക്ഷേ ഞാൻ നടന്നാണ് പോയത്. ഈ സ്റ്റെപ്പ് കയറി നേരെ എത്തുന്ന ആ ഗ്രാമമാണ് പുൽഗ. പുൽഗ കുറച്ചും കൂടെ ടൂറിസ്റ്റിയാണ്, കാൽഗ പോലെ അല്ല. പക്ഷെ ഫാൻസി അല്ല കേട്ടോ. ഈ കാണുന്ന വുഡൻ സ്ട്രക്ചേഴ്സൊക്കെ കണ്ടോ, ഇതുപോലെയാണ് അവിടെയുള്ള എല്ലാ ഹോം സ്റ്റേസും കഫേസും ഒക്കെ. അതാണ് പുൽഗയിലെ ഏറ്റവും സ്പെഷ്യലായിട്ട് ആൾക്കാർ കാണാൻ വരുന്നതും. പുൽഗയുടെ ഒരു വൈബ് ഒരു പ്രത്യേകതരം വൈബായിരുന്നു കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബാണ്. ഈ ഗ്രാമത്തിന് അറിഞ്ഞ് ജീവിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പുൽഗയിൽ വന്ന് സ്റ്റേ ചെയ്യേണ്ടതാണ്. ഇനി പുൽഗയിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിന് എങ്ങനെ കണ്ടറിയാൻ പറ്റും, അതാണ് പുൽഗ. അതേപോലെ തന്നെ ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ ചില ചേച്ചിമാർ മുറ്റത്ത് തന്നെ ഇരുന്ന് തുണി നെയ്യുന്നത് കാണാൻ പറ്റും. ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്, സ്കൂളുണ്ട്. അതേപോലെ തന്നെ ഒരു ഇവർ ഫോറസ്റ്റ് എന്ന് വിളിക്കും, എന്നാലും കാടൊന്നും അല്ല, നിറയെ മരങ്ങളുള്ള ഒരു ഏരിയ ഉണ്ട്, വാട്ടർഫാൾസ് ഉണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് പുൽഗയിൽ നമുക്ക് കാണാനുള്ളത്. ഈ കാൽഗ, പൂൽഗ, കസോൾ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഇസ്രായേലി ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഈ കസോളിനെ തന്നെ മിനി ഇസ്രായേൽ ഓഫ് ഇന്ത്യ എന്ന് വരെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ചില ഏരിയാസ്, ചില കഫേസ്, ചില ഹോം സ്റ്റേസ് ഒക്കെ ഇസ്രായേലി ക്രൗഡിന് വേണ്ടി ഇസ്രായേലി ബേസ്ഡ് ആയിട്ട് പണിതതായിട്ട് ഞാൻ കണ്ടായിരുന്നു.
പുൽഗയിലാണെങ്കിൽ ഒരുപാട് കഫേസിൻ്റെ മെനൂസ് ഞാൻ നോക്കിയപ്പോൾ എല്ലാത്തിലും ഇസ്രായേലി ഫുഡ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു കഫേയിൽ കയറിയതാണ് ഈ കാണുന്നത്. ദേവരാജ് കഫേ എന്നാണ് പേര്, പുൽഗയിലുള്ളതാണ്. അപ്പോൾ അവരുടെ മെനു നോക്കിയപ്പോൾ അതിൽ ഫുൾ ഇസ്രായേലി ഐറ്റംസ് ആയിരുന്നു. അല്ല, നമ്മുടെ ഉണ്ട്, പക്ഷേ ഇസ്രായേലി ഐറ്റംസ് ഒരുപാട് ഉണ്ടായിരുന്നു. അവർ ഇൻറ്റീരിയർ കണ്ടു, ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മെനു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വായിച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. ഈ ചേട്ടനെ കണ്ടോ, പുള്ളി കുറച്ച് നേരമായി എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. പുള്ളിക്ക് മെനു നോക്കിയിട്ട് എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒന്നും ഓർഡർ ചെയ്യാണ്ട് പോയി. ഞാൻ ഓർഡർ ചെയ്തത് ഷക്ഷുക്കയാണ്. ഷക്ഷുക്ക ഒരു ഇസ്രായേലി ഡിഷാണ്. നമ്മുടെ ഇവിടെ അതിപ്പോൾ പോപ്പുലറായി വരുന്നതായിട്ട് ഞാൻ കണ്ടു. നമ്മുടെ ഇവിടെ ചില ഭാഗത്തൊക്കെ, കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ വേറെ പല ഭാഗത്തും ഷക്ഷുക്ക കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് ഞാൻ നേരെ ചെന്നത് പുൽഗയിൽ വളരെ പോപ്പുലറായിട്ട് എല്ലാവരും കാണാൻ വരുന്ന ഫെയറി ഫോറസ്റ്റിലേക്കാണ്. നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി നേരെ ചെന്ന് കഴിഞ്ഞാൽ ഫെയറി ഫോറസ്റ്റിലാണ് ചെന്നെത്തുക. ഫോറസ്റ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു, പക്ഷെ വളരെ രസമുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല വഴികളും അതേപോലെ തന്നെ നിറയെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. വളരെ ശാന്തമായിട്ട് നമുക്കിരിക്കാം, എന്താ പറയുക, നല്ലൊരു മനസ്സിന് കുളിർമേകുന്നൊരു സ്ഥലമായിരുന്നു ഫെയറി ഫോറസ്റ്റ്. പുൽഗയിലെ ഫെയറി ഫോറസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഒരു വാട്ടർഫാൾ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ട് നടക്കുന്ന നടപ്പാണ് കേട്ടോ അത്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു വാട്ടർഫാൾ കണ്ടില്ല, എന്തോ വഴി തെറ്റിയതാവാം. പക്ഷേ അങ്ങനെ ഒരു വാട്ടർഫാളിൻ്റെ അടുത്ത് ചെന്നെത്താൻ പറ്റിയില്ല എനിക്ക്. പിന്നെ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, വൈകുന്നേരമായി. അപ്പോൾ പിന്നെ ഒരുപാട് ഡിലേ ചെയ്യേണ്ട, ഇരുട്ടാവുന്നതിന് മുന്നേ തിരിച്ചെത്താം എന്ന് ഓർത്തിട്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും നിന്നില്ല. അങ്ങനെ ഫെയറി ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടുന്ന് തിരിച്ച് ഞാൻ നടന്നു പുൽഗയിൽ വന്നു. പുൽഗയിൽ കുറച്ച് ടൈമും കൂടി ഞാൻ സ്പെൻഡ് ചെയ്തു, കാരണം എനിക്ക് അവിടുത്തെ വൈബൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് തിരിച്ച് നടന്നല്ല പോയത്, തിരിച്ചൊരു ടാക്സി എടുത്ത് നേരെ കാൽഗയിൽ ചെന്നു. കാൽഗയിലെ ടാക്സി നമ്മളെ താഴെ തന്നെയാണ് ഡ്രോപ്പ് ചെയ്യുക. അവിടുന്ന് ഈ മല തിരിച്ച് കയറിയിട്ട് വേണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിപ്പെടാൻ. അങ്ങനെ നടന്ന് റൂം എത്തിയപ്പോഴത്തേക്കും രാത്രിയായി. കാൽഗയിലെ രാത്രി എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു രാത്രിയാണ് കേട്ടോ. വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല, വളരെ ശാന്തമായി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആസ്വദിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ സ്ഥലമാണ് കാൽഗ. So until I see you all on my next video, thank you so much for watching. Travel safe and have fun.